ഇങ്ങക്കൊക്കെ ബീഫും പഴംപൊരിയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇതാട്ട ഒരു വെറൈറ്റി ഉന്നക്കായൻ്റെ റെസിപ്പി. ഇതാണ് ബീഫ് ഉന്നക്കായ. അപ്പം നമുക്ക് റെസിപ്പി നോക്കിയാലോ? അതിനായിട്ട് ആദ്യം പഴം സ്റ്റീം ചെയ്തിട്ട് ഉടച്ചു മാറ്റി വെക്കുക കേട്ടോ. പിന്നെ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാളയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് മഞ്ഞൾ, മുളക്, കുരുമുളക്, ഗരം മസാല എല്ലാതും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് വാട്ടറും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അതും കൂടെ ബീഫ് വേവിച്ചതിൻ്റെ കുറച്ച് സ്റ്റോക്ക് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ബീഫും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഈ മസാല എന്നിട്ട് നമ്മൾ പഴത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തേങ്ങയുടെയും അതുപോലെ തന്നെ കോഴിമുട്ടൻ്റെ ഒക്കെ മസാല ഫില്ല് ചെയ്യൂലേ, അതേപോലെ ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അധികം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലേ. നമ്മൾ സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബീഫിൻ്റെ മിക്സ്ചർ അതിൽ വെച്ചിട്ട് നമ്മൾ നന്നായി ഷേപ്പ് ചെയ്തെടുക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈയോ ഷാലോ ഫ്രൈയോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കി.